കൊച്ചിയിലും തമിഴ്നാട്ടിലും ട്രോളിംഗ് നിരോധനമായതോടെ മത്സ്യവില കുതിക്കുകയാണ്. മത്സ്യക്ഷാമവും രൂക്ഷമാണ്. മത്സ്യവില കൂടിയതിനൊപ്പം പച്ചക്കറിക്കും കോഴിയിറച്ചിക്കുമെല്ലാം വിലയേറിയിരിക്കുകയാണ്. പെരിയാറിലെ മത്സ്യക്കുരുതിയും ഈ ഭാഗത്തെ ഉൾനാടൻ മത്സ്യമേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് ജിജേഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജേഷ്, എങ്ങനെയാണ് സാഹചര്യം? ലക്ഷ്മി, വലിയ തോതിൽ തന്നെ ഉള്ള പ്രതികൂല സാഹചര്യങ്ങൾ മത്സ്യവിലയിൽ വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനം ഒരു ഭാഗത്ത്, ഒപ്പം തന്നെ ഈ കൊച്ചി മേഖലയിലെ മത്സ്യസമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പെരിയാറിൽ വിഷജലം കലരുന്ന സാഹചര്യം, രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് അവിടെ ഇപ്പോഴും മത്സ്യങ്ങൾ അവിടെ നിന്ന് പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്, എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ. എന്നാൽ അതിൽ ചെറിയൊരു കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് ഈ രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ട്രോളിംഗ് ആൻഡ് വെള്ളക്കാരൻ മീൻ വന്നപ്പോൾ മീൻ ഇത്തിരി വില കുറഞ്ഞിട്ടുണ്ട്. ഫ്രഷ് സാധനം വരും. ഈ ട്രോളിംഗ് കാലത്ത് എങ്ങനെയായിരുന്നു പൊതുവെ? ട്രോളിംഗ് സമയത്ത് ബോട്ടൊന്നും വരില്ല. അപ്പോൾ ബോട്ടുകാരെ മീൻ ഉണ്ടാവില്ല. വള്ളക്കാരെ ഫ്രഷ് മീൻ രാവിലെ ഉച്ചക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. പച്ച മീൻ കിട്ടും. ഈ പെരിയാറിലെ അതൊക്കെ കുഴപ്പമില്ല, ഇപ്പൊക്കെ മാറി. പെരിയാറിലെ മത്സ്യം പന്നിയിലൂടെ അപ്പോൾ വന്നത് മീനിനെ സംബന്ധിച്ചിടത്തോളം പുഴമീൻ ഇവിടുത്തെ പെരിയാറിലെ മീനൊന്നും ഇപ്പോൾ വന്നില്ല. വേറെ പുറത്തുനിന്നാണ് വന്ന മീനൊക്കെ. ഇപ്പൊ ഇവിടുത്തെ പുഴയിൽ മീനെല്ലാം നശിച്ചില്ല. ഇനി പുതിയതായി വരണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുണ്ട്. ഇപ്പോൾ മീത്തിന് ആ മീൻ കുറവായിട്ട് മീത്തിന് ഇത്തിരി വില കൂടുതലുണ്ട് പുഴയത്തിന്. പിന്നെ കെട്ടിട സീസണൊക്കെ കഴിഞ്ഞല്ല. പ്രധാനപ്പെട്ട മീനുകളുടെ ഇവിടെയൊക്കെ ഇപ്പോൾ കണമ്പ്, തിരുതക്കണമ്പ് 300, അയില 300, ചാള 250, പിന്നെ പിലാപ്പിലേക്ക് എത്രയെന്നാണ് ഈ 300ലേക്ക് പോയത്? അയിലൊരു 250, 260 ഒക്കെ ആയിരുന്നു അയില. അതിപ്പോൾ ട്രോളിംഗ് ആയപ്പോൾ മീൻ കുറഞ്ഞല്ല. അപ്പം ഇനി അയില മീനൊക്കെ കൂടുതൽ കയറി വന്നാൽ വില കുറയും. കാര്യമായിട്ട് കൂടിയിരിക്കുന്ന മീൻ ചാളൊക്കെ അല്ലേ? അത് വില കൂടിയേക്കണത് 340 ഇന്നലെ 340. ഇപ്പം ഇന്ന് 240. 100 കുറഞ്ഞു. 100 കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പെരുന്നാളൊക്കെ അതിൻ്റെ ആലുവ മാർക്കറ്റ്, ചമ്പക്കര മാർക്കറ്റ് അതൊന്നും ഇന്ന് കച്ചവടം ഇല്ലല്ല. അപ്പം അതിൻ്റെ ഉള്ള മീൻ മുഴുവൻ ഇവിടെ വന്ന്. അപ്പോൾ മീൻ അധികം വന്നപ്പോൾ അതാണ് വില കുറഞ്ഞത്. പിന്നെ കച്ചവടക്കാരെല്ലാവരും മുടക്കല്ലേ. ഇന്ന് പെരുന്നാളായിട്ടായാലും കച്ചവടക്കാരും പോയിട്ടില്ല. അപ്പോൾ അവരുടെ മീൻ എടുക്കാത്തതിൻ്റെ മീൻ അധികം വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ മീൻ നമുക്ക് വില കുറച്ച് കിട്ടി. 340, 360 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 240. ചിലപ്പോൾ നാളെ മീൻ കുറവാണെങ്കിൽ ചിലപ്പോൾ 350 വരും. മീൻ അധികം വരുമ്പോഴാണ് വില കുറയുന്നത്. മീൻ കുറയുമ്പോൾ വില കൂടും. ലക്ഷ്മി, ചാളയുടെ വില നമുക്കറിയാവുന്ന പോലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ ഒരു വില വർധനവ്, അതായത് ചെറിയ വിലയിൽ നിന്ന് 100, 120 രൂപയിൽ നിന്നും എല്ലാം കയറി 340 രൂപയിലേക്ക് എല്ലാം എത്തിയ ആ ഒരു വർധനവ്, അതിനിടയാക്കിയ ഒരു സാഹചര്യം എല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ കൃത്യമായി തന്നെ വില വർധനവ് തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ളത്. എങ്ങനെ മീനിന്റെ പൊതുവെ വില വാങ്ങുമ്പോൾ എങ്ങനെ തോന്നുന്നു? കഴിഞ്ഞ മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഈ ട്രോളിംഗ് നിരോധനം പിന്നീട് പൊതുവെ ഇവിടെ വില കുറഞ്ഞു കിട്ടുന്ന സ്ഥലമാണല്ലോ അല്ലേ? പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യം വരാപ്പുഴ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ വരാപ്പുഴ മാർക്കറ്റ് പൊതുവെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മത്സ്യങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോലും വില വർധനവിന്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അത് ട്രോളിംഗ് നിരോധനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിന് മുൻപ് തന്നെ നമുക്കറിയാം, ഈ കടന്നുപോയ വേനലുണ്ടല്ലോ, പൊള്ളുന്ന ചൂടായിരുന്നു. അറബിക്കടലിലും ചൂട് കൂടിയതോടെ മത്സ്യലഭ്യത കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടൽ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ പോലും തകർക്കുന്ന രീതിയിലേക്ക് ചൂട് പോയി. അതിനുശേഷം ജിജീഷ് പറഞ്ഞതുപോലെയാണ് ട്രോളിംഗ് നിരോധനം വന്നിരിക്കുന്നു. മത്സ്യവില ഇങ്ങനെ കൂടുന്നു. പച്ചക്കറിക്കും കോഴിയിറച്ചി എല്ലാം വിലയേറിയിരുന്നു. മാത്രമല്ല, ഈ പ്രാദേശികമായി ചെയ്യുന്ന മത്സ്യകൃഷി അതുപോലും കൃത്യമായി നടപ്പാവാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. കാരണം പെരിയാറിലെ മത്സ്യക്കുരുതി നമുക്കറിയാം, ഉൾനാടൻ മത്സ്യമേഖല അതും തകർത്തൊരു സാഹചര്യമുണ്ട്. കുടുംബ ബജറ്റിന് ഇത് ആകെ തുകയായി വരുന്നത് ഈ കുടുംബ ബജറ്റിനെ എത്രത്തോളം താളം തെറ്റിക്കുക എന്നുള്ളതാണ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മത്സ്യത്തിന് മാത്രമല്ല വില വർദ്ധിച്ചിരിക്കുന്നത്. മത്സ്യത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ അനുബന്ധമായി തന്നെ പച്ചക്കറികളുടെ വില വർദ്ധിച്ചിരിക്കുന്നു. പച്ചക്കറിക്ക് വില വർദ്ധിച്ചതിനൊപ്പം കോഴി വില വലിയ തോതിൽ തന്നെ കൂടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പെരുന്നാൾ ദിനമാണ്. മറ്റു മാർക്കറ്റുകളെല്ലാം പ്രവർത്തിക്കുന്നില്ല. അത്തരം കാര്യങ്ങളിൽ പൊതുവെ ആ തിരക്ക് കുറവാണ് എന്നതുകൊണ്ടാണ് ആ വിലയും ഇത്തരത്തിൽ നിൽക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിലും വില സാധാരണ നിലയിലേക്ക് തന്നെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. അങ്ങനെ കുടുംബ ബഡ്ജറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് താളം തെറ്റിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രധാനം. ചേച്ചി, ഇപ്പോൾ നമ്മളെ മീനിൻ്റെ ഒക്കെ വില വർദ്ധിച്ചിട്ടില്ല. മീനിൻ്റെ വില നിരവധി ആളുകൾ ഈ മാർക്കറ്റുകളിലേക്ക് ഇപ്പോഴും എത്തുന്നുണ്ട്. വിലയൊക്കെ വാങ്ങിയോ? സാധനങ്ങളൊക്കെ വാങ്ങിയോ? ചേട്ടാ, എന്താ ഇതിലൊരു വില വർധന കാരണം എന്ന് പറയുന്നത്? മത്സ്യലഭ്യത കുറവല്ല.
അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇങ്ങനെ വിഷവെള്ളം അതൊരു പ്രശ്നമുണ്ട്. ഈ പെരിയാറിന്റെ വിഷയം എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? അതിപ്പോൾ ലേശം ഇപ്പം കുഴപ്പമൊന്നുമില്ല. എന്നാലും പെരിയാറിൽ മത്സ്യം പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമല്ല അതുണ്ടായിരുന്നു. ഈ സമയം എടുക്കൂലേ അത് സാധാരണ നിലയിലേക്ക് കുറച്ച് നാളെടുക്കുമ്പോഴേ എടുക്കും. എടുക്കും. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബ ബഡ്ജറ്റൊക്കെ ഒരു താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് അങ്ങനെയാണല്ലോ വന്നത്. ഇതൊക്കെ വരുമ്പോൾ കുടുംബ സാധാരണ ആളുകളെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇതാണ്. കുടുംബ ബഡ്ജറ്റുകളെ തന്നെയാണ് പ്രധാനമായും ഇത്തരം ഈ ഒരു വിലക്കയറ്റം, അതായത് എല്ലാ മേഖലയിലുമുള്ള വിലക്കയറ്റം. ഇത് വാങ്ങിക്കഴിഞ്ഞോ? അങ്ങനെ വിലയൊക്കെ നോക്കിയോ? ആണോ? എങ്ങനെ പൊതുവെ കൂടുതൽ മീനിലൊക്കെ ഒരു അല്പം അല്ലേ ഈ ഒരു സമയത്ത് വരുന്നതാണ്? പൊതുവെ ഇവിടെ വില കുറവാന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. പച്ചക്കറിക്കെല്ലാം ഒരു കൂടിയിട്ടില്ലേ വിലയിലല്ലേ നിങ്ങൾ വാങ്ങുമ്പോൾ? മേടിക്കുന്നു. ഇവിടെ വില കുറവാണെന്ന് അറിഞ്ഞിട്ട് അതെ. ചേട്ടാ, മീനിന്റെ വിലയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം? ഒരു പൊതുവെ മീന് നമുക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ്. ഇതിലും ഭേദം കോഴി മേടിക്കുന്നതല്ല. കോഴി മേടിച്ച 2 ദിവസം കൂടി ഉപയോഗിക്കാം. അതിപ്പോ 100 രൂപ മീൻ മേടിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ. പച്ചക്കറിയുടെ കാര്യം എങ്ങനെയാണ്? പച്ചക്കറി അതുപോലെ തന്നെ ഒരവസ്ഥ തന്നെയാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഈ മീനിന്റെ വില കൂടുമ്പോൾ എല്ലാത്തിനും ഓരോ സമയങ്ങളിലെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മീൻ ട്രോളിങ് വന്നതിന് ആ സമയം എല്ലാത്തിനും വില കൂടുതൽ വന്നിട്ടുണ്ട്. ഈ ബഡ്ജറ്റൊക്കെ നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ല, ഒരു കുടുംബ ബഡ്ജറ്റ് ഒരു മാസത്തിൽ ഇത്ര രൂപ ഇതിനായിട്ട് മാറ്റി വെക്കുന്നൊക്കെ പറയുമ്പോൾ ആ ബഡ്ജറ്റിന്റെ ഒക്കെ താളം തെറ്റുന്നതല്ലേ? തീർച്ചയായിട്ടും അത് ഈ ട്രോളിങ് വരുമ്പോൾ എല്ലാവർക്കും അത് താളം തെറ്റും. കാരണം നമ്മൾ 100 രൂപയ്ക്ക് മീൻ മേടിക്കുക ഒരു 1/2 കിലോ അല്ലെങ്കിൽ 3/4 കിലോ മീൻ നമുക്ക് കിട്ടും. ഇപ്പൊ ഈ 100 രൂപയ്ക്ക് നമുക്ക് കിട്ടൂല. അപ്പൊ ഈ വന്ന ആൾക്കാർ 1/4 കിലോ മീൻ നമുക്ക് ഒരിക്കലും തരൂല. 1/2 കിലോയെങ്കിലും നമുക്ക് തരൂല. അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രോണിക് ത്രാസും നമ്മുടെ നാട്ടിലൊക്കെ വന്നെ ഈ സാധാ ഇങ്ങനെ തൂക്കിയിടുന്ന ത്രാസും കൊണ്ടാ വന്നെ. ഞാൻ മൂവാറ്റുപുഴയെന്ന് വന്നിട്ട് ഇവിടെ മേടിക്കുക. ലക്ഷ്മി, അദ്ദേഹം പറഞ്ഞത് കൃത്യമായി തന്നെ, അതായത് മത്സ്യത്തിന് വില കൂടുന്നു, മത്സ്യത്തിന് വില കൂടുമ്പോൾ സ്വാഭാവികമായും ചിക്കന് വില കൂടുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ആ വില കൂടുമ്പോൾ കുടുംബ ബഡ്ജറ്റിനെ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ ബഡ്ജറ്റുകളെ തന്നെയാണ് ഇതെല്ലാം തന്നെ കാര്യമായി ബാധിക്കുക. പ്രത്യേകിച്ച് പുഴമീനടക്കം നിരവധി മീനുകൾ ഫ്രഷായി വരുന്ന ഒരു സ്ഥലമാണ്. മുമ്പെല്ലാം ഫ്രഷായി മീൻ വാങ്ങാൻ കഴിയുന്ന, എന്നാൽ ഈ പുഴമീനുകളെ അടക്കം ഈ വിലവർധന കൃത്യമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞോ? മീന് വില എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ വലിയ അധികം വിലയില്ല ഇവിടെ. എന്നാലും ഇപ്പൊ താരതമ്യം കൊച്ചിയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അതിന്റെ കൊച്ചിയുടെ വില ഇവിടുത്തെ വില ഏതാണ്ട് ഈക്വലായിട്ട് നിൽക്കും. ഞാൻ കൊച്ചിക്കാരനാണ്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിലയായിട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ അന്തരമൊന്നുമില്ല. കാരണം ഇത് ഏതാണ്ട് ഈക്വലായ രീതിയിലാണ് റേറ്റ് പോകുന്നത്. ആശ്വാസം. ഇത് ഫ്രഷ് സാധനമാണ്, വേറെ ഇവിടെ ഒന്നുമില്ല. ഇത് ഇപ്പോൾ കൊടുത്താൽ ഇപ്പോൾ ഞാൻ കൊച്ചിക്കാരൻ, എനിക്ക് മീൻ കാണുമ്പോൾ അറിയാം. വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം മീനിന് വില കൂടി, അപ്പോൾ പച്ചക്കറിക്ക് വില കൂടി, പച്ചക്കറിക്ക് ഇറച്ചിക്കും എല്ലാം കൂടി. അത് നമ്മുടെ ബഡ്ജറ്റിനെ, കുടുംബ ബഡ്ജറ്റിനെ ആകെ താളം തെറ്റിക്കുന്ന സ്ഥിതിയിലേക്ക് പോയില്ലേ? അതെ, ഇപ്പോൾ ഒരു ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ സാധനങ്ങളുടെ വില വെച്ച് നോക്കുക. എല്ലാത്തിനും വില. എങ്ങനെ പോകുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ട്രോളിംഗ് നിരോധനം വരെ എങ്ങനെ മുന്നോട്ട് പോകും? ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് ഇപ്പം മീനിപ്പോൾ വില കൂടുതലാണ്. അത് ആ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ മീന് വില അല്പം കൂടുതലാണ്. ഇപ്പം ഇവിടെയും വില കുറഞ്ഞ് കിട്ടേണ്ടതാണ്. എന്നാലും ഇവിടെ ട്രോളിംഗ് കുറഞ്ഞ് കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഇവിടെയും വലിയ വ്യത്യാസമില്ല. കൊച്ചിയിലെ മാതിരി തന്നെ ഇവിടെയും വില. ലക്ഷ്മി, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൊച്ചിയിൽ നിന്ന് അടക്കം ഇവിടത്തേക്ക് വരുന്നത്, കാരണം കൊച്ചിയിൽ തന്നെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്, എന്നാൽ ഇവിടെ വരുന്നത് ഇവിടെ വിലക്കുറവിൽ കിട്ടും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ്. എന്നാൽ അവിടെ കായൽ മീനിനടക്കം വില കുറവുമുണ്ട്. എന്നാൽ അവിടെ പോലും വില ഒരു വർദ്ധിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോയത് ഈ ട്രോളിംഗ് നിരോധനവും ചൂടും, ഒപ്പം തന്നെ ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പെരിയാറിൽ ഉണ്ടായിരിക്കുന്ന ഈ രാസമാലിന്യം കലങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവിടെ മത്സ്യബന്ധനം നടക്കാത്ത ഒരു സാഹചര്യവും എല്ലാം തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് മത്സ്യവില കൂടുകയാണ് ട്രോളിംഗ് നിരോധനമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രമല്ല മാംസത്തിനും പച്ചക്കറിക്കും ഒക്കെ വില കൂടിയതോടെ കുടുംബ ബജറ്റ് ആകെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് നാട്ടുകാർ പോകുന്നു. വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.